കുട്ടിക്കൊരു വീട് പദ്ധതിയിൽ KSTA തലശ്ശേരി സൗത്ത് ഉപജില്ലാ കമ്മിറ്റി കോടിയേരി കോപ്പാലത്ത് നിർമ്മിച്ച വീടിന്റെ താക്കോൽ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് മെയ് 26-ന് KK ശൈലജ MLA കൈമാറും. സംഘടനാ ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. KSTA പ്രവർത്തകർക്കൊപ്പം നാട്ടുകാരുടെയും വിവിധ തൊഴിലാളി യൂണിയനുകളുടെയും സഹായത്തോടുകൂടിയാണ് വീട് നിർമ്മാണം പൂർത്തിയായത്. ലൈഫ് പദ്ധതി ഒരു അടച്ചുറപ്പുള്ള വീട് എന്നുള്ള സ്വപ്നം മലയാളിക്ക് സാധ്യമാക്കുക എന്ന രീതിയിൽ തുടങ്ങിയപ്പോൾ അതിന്റെ കൂടെ ചേർന്നുകൊണ്ട് KSTയും അത്തരത്തിലുള്ള ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം ഏറ്റെടുക്കുകയായിരുന്നു. ആദ്യം തീരുമാനിച്ചിട്ടുള്ളത് ജില്ലയിൽ ഒരു വീട്, നമ്മുടെ മുമ്പിലുള്ള കുട്ടിക്ക് വിദ്യാലയത്തിനകത്ത് വരുമ്പോൾ അവരുടെ ദൈന്യത തിരിച്ചറിയുമ്പോൾ അവരെ സഹായിക്കാൻ വീടില്ലാത്ത ഒരു ജില്ലയിൽ ഒരു വീട് എന്നുള്ളതായിരുന്നു ആദ്യം സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ 14 ജില്ലകളിലും ആദ്യഘട്ടത്തിൽ ഒരു വീട് പൂർത്തിയാക്കി. തുടർന്ന് കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷമാണ് എല്ലാ സബ് ജില്ലകളിലേക്കും ആ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്ന രീതിയിലേക്ക് 163 സബ് ജില്ലകളാണ് കേരളത്തിനകത്തുള്ളത്. ആ 163 സബ് ജില്ലകളിലും ഓരോ വീട് എന്ന തീരുമാനം കൈക്കൊണ്ടപ്പോൾ ഇപ്പൊ 143 ഈ തലശ്ശേരിയിലെ വീട് ഉൾപ്പെടെ വരുമ്പോൾ 143 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള സബ് ജില്ലകളും പ്രവർത്തനം ആരംഭിച്ച് 163 വീടുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അധ്യാപക സമൂഹം അഭിമുഖീകരിക്കുന്ന അക്കാദമിക് പ്രശ്നങ്ങളിൽ ഇടപെടുന്നതോടൊപ്പം നാടിന്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ നിന്ന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് സംഘടന മുൻകൈയെടുത്ത കേരളത്തിലെ 14 ജില്ലകളിലും കുട്ടിക്കൊരു വീട് പദ്ധതി നടപ്പാക്കിയതെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബീന ടീച്ചർ വിശദീകരിച്ചു. പ്രളയവും പിന്നാലെ കോവിഡ് മഹാമാരിയും നാടിനെ ഉലച്ചപ്പോഴും KSTA നാട്ടുകാരുടെ കൂടെ നിന്ന് വിവിധ തലങ്ങളിൽ സഹായം നൽകിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. കോപ്പാലത്തെ വീട് നിർമ്മാണത്തിന് KSTA പ്രവർത്തകർക്കൊപ്പം നാട്ടുകാരുടെയും വിവിധ തൊഴിലാളി യൂണിയനുകളുടെയും സഹായം ലഭിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. വീടിന്റെ തേപ്പുപണികൾ ഏറ്റെടുത്തു ചെയ്തു തീർത്തത് കൺസ്ട്രക്ഷൻസ് വർക്കേഴ്സ് യൂണിയനും ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്തത് വയറിംഗ് തൊഴിലാളികളുമാണ്. പെയിന്റിംഗ് ഉൾപ്പെടെ നടത്തിയ തൊഴിലാളികൾ വേതനം പൂർണ്ണമായും വാങ്ങാതെയാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. KP സുധാകരൻ, C ജാഫർ, TV സഗീഷ്, PP ഗംഗാധരൻ, VP വിജേഷ്, CH സിദ്ദീഖ്, C റിയാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.